വാട്സാപ്പ് പ്ലേസ് വെൽക്കം ബാക്ക് ടു മാറ്റ് ഗ്രാനി. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ വീണ്ടും മാറ്റ് ഗ്രാനിയുടെ വീട്ടിലേക്കാണ് പോകാൻ പോകുന്നത്. അത് മറ്റൊന്നും കൊണ്ടല്ല, നമ്മൾ കാർ എസ്കേപ്പ് ചെയ്തു, സ്കൂട്ടർ എസ്കേപ്പ് ചെയ്തു, പിന്നെ നമ്മൾ റെയിൽ എസ്കേപ്പ് ചെയ്തു. ഇനി ചെയ്യാൻ ബാക്കിയുള്ള ഒരു എസ്കേപ്പ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ പോകാൻ പോകുന്നത്. അത് മറ്റൊന്നുമല്ല, ഹെലികോപ്റ്റർ എസ്കേപ്പ്. അപ്പോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്ന പോലെ ഇപ്പോൾ തന്നെ ലൈക്ക് അടിക്കുക. ഈ വീഡിയോ ടാർഗറ്റ് 5500 ലൈക്സ് ആണ്. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഡു സബ്സ്ക്രൈബ്. അപ്പോൾ നമുക്ക് നേരെ ഗെയിം പ്ലേയിലേക്ക് പോകാം. ലെറ്റ്സ് ഗോ ഗായ്സ്. അപ്പോൾ നമ്മളൊരു സെല്ലിൽ കൊണ്ട് അടച്ചിട്ടു. ഇനി ഈ ബ്രിക്ക് എടുത്ത് നമ്മൾ ഇതിൻ്റെ പുറത്തിടുമ്പോൾ ആ പിക്ക് ലോക്ക് കിട്ടും. കണ്ടില്ലേ ഗായ്സ്? അപ്പോൾ നമുക്ക് ഈ ലോക്ക് ഓപ്പൺ ചെയ്യാം. ഈ സൗണ്ട് കേട്ട് ചിലപ്പോൾ നമ്മുടെ ഗ്രാനി ചേച്ചി ഇങ്ങോട്ട് വരാൻ ചാൻസ് ഉണ്ട്. ഈ ബ്രിക്ക് എടുക്കാം. ടാസ്ക് കള്ള് പൊട്ടിക്കാൻ നമുക്ക് പ്രധാനമാണ് ഈ ബ്രിക്ക്. എന്തായാലും വെയിറ്റ് കൊണ്ടുവരണം. അവിടെ അതുപോലെ തന്നെ നമ്മുടെ മോപ്പഡ് വീൽ തന്നെയാണ് അവിടെ ഉള്ളത്. ഇനി നമുക്ക് കുറച്ച് പെട്ടികൾ തുറക്കാനുണ്ട് ഗായ്സ്. ഇനി പെട്ടിക്കകത്തൊന്നുമില്ല. ഈ പെട്ടിയിലെങ്കിലും എന്തെങ്കിലും തരുവാടേ. ഒന്ന് മാറി കട അങ്ങോട്ട് കാർബോർഡേ. ഇതിനകത്ത് തോന്നില്ല. നമുക്ക് സ്കള്ളെടുക്കാം. സ്കള്ള് കൊണ്ട് നമുക്ക് അവിടെ കൊണ്ട് വയ്ക്കാം ഗായ്സ്. അതിൽ നമ്മൾ അവിടെ കൊണ്ട് വെച്ചു. ഇനി നമുക്കൊരു ക്യാൻഡിൽ വേണം. ബാക്കിയും കൂടി സെർച്ച് ചെയ്യണം. നമ്മൾ താഴെ എല്ലായിടത്തും നോക്കിയില്ല. ഇനി നമുക്കൊരു ഫ്രിഡ്ജ് തുറക്കാനുണ്ട്. പിന്നെ വേറെ ഏതോ ഒരു പെട്ടിയും കൂടി ഉണ്ട് അതേപോലത്തെ. പിന്നെ നമുക്ക് ഇവിടെ നിന്ന് ഒരു ഹുക്ക് എടുക്കാനുണ്ടായിരുന്നു. ഇനി ആ ഹുക്കും കൂടി കൊണ്ടുപോവാം. പിന്നെ പ്രധാനമായിട്ടും നിങ്ങൾക്കറിയാമല്ലോ, ഡ്രെയിൻ ടാപ്പ് വേണം. പറഞ്ഞതേ ഉള്ളൂ, ഡ്രെയിൻ ടാപ്പ് കിട്ടി. നമ്മുടെ ഗ്രാനി ചേച്ചി പയ്യെ പമ്മി പോവുക കീറിയ നൈറ്റി വിട്ട്. അവിടെ ക്യാൻഡിലുണ്ട്. എന്തായാലും ആ സൗണ്ടുമായിട്ട് ഗ്രാനി അപ്പുറത്തോട്ട് പോയി കാണും. ഞാൻ ഗ്യാപ്പിൽ ഹുക്ക് ഇവിടെ കൊണ്ടിട്ടുണ്ട്. റേഡിയേറ്റർ വേണ്ട നമുക്ക് ഹെലികോപ്റ്ററിൻ്റെ ആവശ്യമാണ്. ട്രോട്ടിൽ ഹാൻഡിലും വേണ്ട. സ്കൂട്ടർ എസ്കേപ്പാണ്. അതൊക്കെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. റെഡ് കീ ആവശ്യമുള്ളതാണ്. പിന്നെ ഐസ് ക്യൂബ് അത് തൽക്കാലം ഫ്രിഡ്ജിൽ തന്നെ ഇരുന്നോട്ടെ. നമുക്ക് പയ്യെ അവിടെ കൊണ്ടിടാം. നമ്മൾ ഫ്രിഡ്ജ് തുറന്നിട്ടിട്ടാണ് വന്നത്. ഇപ്പോഴത്തെ കറണ്ട് ബില്ലാണെങ്കിൽ ഭയങ്കര കറണ്ട് ബില്ല് പോവുക. എന്നിട്ടാണ് നമ്മുടെ ഗ്രാനി ചേച്ചി ഉള്ള ലൈറ്റ് മൊത്തം വാങ്ങിച്ചിട്ടിരിക്കുന്നത്. അവർക്ക് പൂത്ത കാശാന്ന് തോന്നുന്നു. എന്തായാലും ഈ ഡ്രെയിൻ ടാപ്പ് എടുക്കണം നമുക്ക്. എന്തായാലും ഈ ഡ്രെയിൻ ടാപ്പ് കൊണ്ട് നമുക്ക് അവിടെ ഓപ്പൺ ചെയ്യുമ്പോൾ അവിടെ നിന്ന് എന്തെങ്കിലും കിട്ടും. എന്തായാലും നോക്കാം എന്താണെന്ന്. ഹെലികോപ്റ്റർ ഡീറ്റെയിൽ ഇത് നമുക്ക് അത്യാവശ്യമാണ് ഹെലികോപ്റ്റർ എസ്കേപ്പിന്. ഇനി നമുക്ക് ഈ സാധനം എടുത്ത് ഇവിടെ സൗണ്ട് ഉണ്ടാക്കി നമുക്ക് അവിടെ കറങ്ങി ഹെലികോപ്റ്റർ ഡീറ്റെയിൽ എടുക്കണം. ഇനി ഇതുകൊണ്ട് നമുക്ക് ആ ഫ്രണ്ട് ഡോറിൽ കൊണ്ടിടാം കഴിച്ച്. കിട്ടണ എല്ലാ സാധനവും നമ്മൾ ഫ്രണ്ട് ഡോറിൽ കൊണ്ടിടാം. എന്തായാലും ഈ സൗണ്ട് കേട്ട് ഇപ്പം ഇങ്ങോട്ട് വരും. അപ്പോൾ നമ്മൾ താഴെ വന്ന് ഈ ക്യാൻഡിൽ എടുത്തു. ഈ ക്യാൻഡിൽ കൊണ്ട് നമുക്ക് അവിടെ കൊണ്ടുവയ്ക്കണം. എന്നിട്ട് പിന്നെ വേറെ എന്താണെന്ന് വെച്ചാൽ ഒരു ഫയറിൻ്റെ ആവശ്യമുണ്ട്. ലൈറ്റർ വേണം അതിന്. വഴി മാറിപ്പോയി. ഞാൻ എന്തോ ചെയ്യണത്. ഇവിടെ പെട്ടി ഓപ്പൺ ചെയ്യാനുണ്ട്. ഈ പെട്ടിക്കകത്ത് ഇഗ്നേഷൻ കോയിൽ ആവശ്യമില്ല. ഇനി ഇവിടെ ഇഗ്നേഷൻ വയർ ആവശ്യമില്ല. ഒന്നും ആവശ്യമില്ലാത്ത സാധനങ്ങളാണ് ഗായ്സ് നമുക്ക് കിട്ടണത്. ആവശ്യമുള്ള ആകെ ഒരു സാധനമേ കിട്ടിയിട്ടുള്ളൂ, ഹെലികോപ്റ്റർ ഡീറ്റെയിൽ മാത്രം. എന്തായാലും ആദ്യം നമുക്കൊരു ആക്സ് വേണം. അത് നമുക്ക് പ്ലാങ്ക് കിട്ടണം. ആദ്യം പ്രധാനമായിട്ട് ഇതിലെ കളി ഏതെന്ന് വെച്ചാൽ നമ്മളെ സ്വന്തം ഈ സാധനം വേണം. ഈ ഹാമറും വേണം. പിന്നെ നമ്മുടെ സേഫ് കോഡ് ഉണ്ടെങ്കിൽ നമുക്ക് അതിന് ഓറഞ്ച് കീ കിട്ടൂ. പിന്നെ നമുക്ക് ഈ പെട്ടിക്കകത്തൊന്നുമില്ല. പിന്നെ ഈ വീഡിയോ ടേപ്പ് ഇടുമ്പോൾ കിണറ്റിലെ ഭൂതം പോവും. അപ്പോൾ ഉണ്ടല്ലോ അവിടെ നിന്ന് നമുക്ക് നേരത്തെ കിട്ടിയ ഹുക്ക് വെച്ച് നമുക്ക് പെട്രോള് കിട്ടും. നമുക്ക് കുറച്ച് ഫ്യൂവൽ എന്നാൽ മാത്രമേ നമുക്ക് ഹെലികോപ്റ്ററിന് പെട്രോൾ ഒഴിക്കാൻ പറ്റൂ. പെട്രോൾ ഒഴിച്ചാലേ ഹെലികോപ്റ്റർ സ്റ്റാർട്ട് ആവുള്ളൂ. അങ്ങനെയൊക്കെയാണ് ഗായ്സ് കളി. അതിൽ നമുക്ക് ഈ ആൽക്കഹോൾ നമ്മൾ അവിടെ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ആവശ്യം ഇപ്പം നമുക്കില്ല. ആദ്യം നമുക്ക് വുഡൊക്കെ കിട്ടണം. കാര്യം ഈ ഡ്രെയിൻ ടാപ്പ് വെച്ച് നമുക്ക് ഇവിടെയൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇവിടെ നിന്ന് ആവശ്യമുള്ള കിട്ടിയാൽ നല്ലതായിരുന്നു. എന്താണ് കിട്ടണേന്ന് നോക്കാം. അതിന് മുമ്പ് ഇതെടുത്ത് നമുക്ക് ഇവിടെ ഇട്ട് സൗണ്ട് ഉണ്ടാക്കാം. പക്ഷെ സൗണ്ടൊന്നും കേൾക്കില്ല. അവിടെ നിന്ന് നമുക്ക് ഫാനാണ് കിട്ടിയ ഗൈസ്. ഒരു യൂസും ഇല്ല. യൂസ്ലെസ് ഫാൻ. അത് കാർ എസ്കേപ്പിനാണ്. നമ്മളതൊക്കെ ചെയ്തു ഗായ്സ്. ഇതിനകത്തൊക്കെ വെറുതെ ഒന്നും വെച്ചിട്ടില്ല നമ്മുടെ ഗ്രാനി ചേച്ചി. കുറേ ഷെൽഫ് മാത്രം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിനകത്ത് ഒന്നുമില്ല. ഈ പെട്ടിക്കകത്ത് ഇത് മാത്രമേ ഉള്ളൂ ഗൈസ്. നല്ല കാര്യം, ഗ്രീൻ കീ കിട്ടി. നമുക്കിനി കിച്ചൺ വഴി നമുക്ക് വെളിയിലിറങ്ങണം. പക്ഷേ ഇതിനകത്ത് കണ്ടോ കുറേ ഡ്രോയറൊക്കെ വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഒരു തേങ്ങ എന്നിട്ട് അവർ കൊണ്ട് വച്ചിട്ടുമില്ല. അതാണ് എനിക്ക് മനസ്സിലാകാത്തത്. ഇനി ഈ പെട്ടിക്കകത്ത് എന്തെങ്കിലും ഇല്ല. ഇവിടെയൊന്നും ഒന്നും വച്ചിട്ടില്ല. ഇതിനകത്ത് ഒന്നും വെച്ചിട്ടില്ല. അതാ നമ്മളെ ഈ കീ ഇരിക്കണോണ്ട് ഒന്നും തരാത്തയാണോ? ഇവിടെ നമ്മൾ വെറുതെ പോയി നോക്കണേ ഗൈസ്.
നമ്മൾ കഴിഞ്ഞ 3 എസ്കേപ്പിന് നോക്കി ഇവിടെ നിന്നൊന്നും ഒരു തേങ്ങ ഇന്നേ വരെ നമുക്ക് കിട്ടിയിട്ടില്ല. ഇത് നമ്മൾ 4ാമത്തെ തവണ ഇത് നോക്കണേ. ഞാൻ നോക്കട്ടെ ഇവിടെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ഈ പ്രാവശ്യമെങ്കിൽ. ഒന്നും കാണാൻ ചാൻസ് ഇല്ല. ഞാൻ പറഞ്ഞില്ലേ ഗൈസ്, ഒന്നും വെച്ചിട്ടില്ല അവർ. എന്തോ കഷ്ടം. എന്തായാലും കീ വെച്ച് നമ്മളിവിടെ തുറന്ന് നമുക്ക് റെഡ് കീ എടുത്ത് നമുക്ക് ആ റൂം തുറക്കാം. അപ്പൂപ്പം എന്താ അവിടെ നിൽക്കൂ. എന്തായാലും നൈസിലി ഡിക്കി അങ്ങ് തുറന്നേക്കാം. ഓക്കെ, ഇനി നമുക്കിത് ഓപ്പൺ ചെയ്യാം. അപ്പൂപ്പം പോയി ഗൈസ്. എന്തായാലും നമുക്ക് ഈ ഫയർ വുഡ് അത്യാവശ്യമാണ്. ഇവിടെ വിഞ്ച് ഹാൻഡിൽ, പിന്നെ ഇവിടെ ഹെലികോപ്റ്റർ എസ്കേപ്പിൻ്റെ കിട്ടി. ടെയിൽ റോട്ടേറ്റർ. എന്തായാലും നമ്മളവിടെ വുഡ് വെച്ചിട്ടുണ്ട്. ടെയിൽ റൊട്ടേറ്റർ ആയിരുന്നു ഗൈസ് നമുക്ക് നേരത്തെ അവിടെ കിട്ടി. ഞാൻ റോട്ടേറ്റർ എന്നൊക്കെ പറഞ്ഞ്. അവിടെ എലോക്കിയാണ് എടുക്കാൻ പറ്റണമെങ്കിൽ നമുക്ക് ഹാമർ വേണം. എങ്കിൽ മാത്രമേ ആ മതിലൊക്കെ ഇടിച്ച് ചേർത്ത് നമുക്ക് അതിൻ്റെ ഇടയിലൂടെ പോയി എടുത്ത് ചാടാൻ പറ്റും ബാത്റൂമിൽ. എന്തായാലും ഈ ഹുക്ക് എടുത്ത് നമുക്കെല്ലാം വെളിയിലിടാം. എന്തായാലും എല്ലാം അതിൻ്റെ സ്ഥലത്ത് തന്നെ കൊണ്ടിടുന്നതാണ് ഗൈസ് നല്ലത്. അപ്പോൾ ഇവിടത്തെ നമുക്ക് സ്പീഡ് ചെയ്യേണ്ട ഫ്യൂവൽ കിട്ടാൻ വേണ്ടി. മറ്റേ അപ്പൂപ്പനാണെങ്കിൽ എപ്പോഴും ഇതിൻ്റെ ഭാഗത്ത് ചുറ്റിക്കറങ്ങും. അപ്പോൾ നമുക്ക് എല്ലായിടത്തും കൊണ്ടിടാൻ പാടാം. നമ്മൾ ദൂരെ നിന്നൊക്കെ കൊണ്ടുവരാൻ പിന്നീന്ന് വന്ന് ചിലപ്പോൾ അടിക്കാനും ചാൻസ് ഉണ്ട്. പറഞ്ഞില്ലേ 100 ആയുസ് അയാൾക്ക്. പക്ഷേ അയാൾക്ക് ചെവി കേട്ടുവിടുന്നതാണ് ഗായ്സ് തോന്നുന്നത്. മറ്റേ ഗ്രാനി ചാപ്റ്ററിൽ അപ്പാപ്പനെ പോലെയാന്ന് തോന്നി ഈ അപ്പാപ്പന് ചെവി കേൾക്കത്തില്ലെന്ന് തോന്നുന്നു ഗായ്സ്. എന്തായാലും ഇതുകൊണ്ട് നമുക്ക് ഫ്രണ്ട് ഡോറിൻ്റെ അവിടെ കൊണ്ടിടാം. എന്നിട്ട് നമുക്ക് മറ്റേ സ്ഥലത്ത് ചുറ്റിക്കിറങ്ങാം. ആ സ്ഥലത്തിൻ്റെ ഈ സ്ഥലം പേരെനിക്ക് കറക്റ്റ് അറിയത്തില്ല. ഒരു ഗുഹ പോലത്തെ ഇങ്ങനെ കറങ്ങി അവിടെ അപ്പൂപ്പൻ നമ്മളെ നോക്കുക. ഇങ്ങോട്ട് വന്നിട്ടും കാര്യമില്ല കേട്ടാ അപ്പൂപ്പ. അപ്പൂപ്പൻ അങ്ങ് തിരിഞ്ഞു പോയി. എന്നെ കണ്ട് പേടിയാണെന്ന് തോന്നുന്നു. അയ്യോ അപ്പൂപ്പൻ വന്ന് കഴിച്ച്. ഞാൻ വിചാരിച്ചു വന്നില്ലെന്ന്. അയ്യോ എന്തായാലും നമ്മൾ ഫ്യൂവൽ ടാങ്ക് അവിടെ വെച്ച്. എന്തായാലും ഇനി കൺട്രോൾ സ്റ്റിക്ക് നമുക്ക് മറ്റേ കക്കൂസിനകത്ത് നിന്ന് കിട്ടും. പിന്നെ കുറേ സാധനങ്ങൾ കിട്ടി ഗൈസ് ഏകദേശം. ഇനി ഒരു 1-2 സാധനങ്ങൾ കിട്ടാനേ ഉള്ളൂ. എന്തായാലും ഈ വുഡും കൂടി നമുക്ക് അവിടെ കൊണ്ട് വയ്ക്കാം. അപ്പോൾ ഏകദേശം കളി സെറ്റാവും. ഇതിപ്പോൾ സൗണ്ട് കേട്ട് ഇപ്പോൾ വരും നമ്മുടെ ഗ്രാനി ചേച്ചി. എന്നെ ഡോർ തള്ളി മാറ്റി. ഇപ്പം തന്നെ ആ കുഞ്ഞമ്മൂമ്മ ഇപ്പോൾ വരും ചിലപ്പോൾ. പെട്ടെന്ന് കളി സെറ്റാക്കണം. എന്തായാലും ആൽക്കഹോൾ നമ്മൾ ഇവിടെ കൊണ്ട് ഒഴിച്ച്. എന്തായാലും ഐസ് ക്യൂബ് പെട്ടെന്ന് ഇവിടെ നമ്മൾ വെച്ച്. ഇനി നീഡ് ഫയർ. ഇനി നമുക്ക് ലൈറ്റർ ഉണ്ടെങ്കിലേ ബാക്കി കളി സെറ്റാവുള്ളൂ ഗൈസ്. നമുക്ക് ആ കക്കൂസിനകത്ത് നിന്ന് കൺട്രോൾ സ്റ്റിക്ക് എടുക്കണം. എങ്കിൽ മാത്രമേ ബാക്കി കളി നടക്കൂ. എന്തായാലും കിട്ടണ എല്ലാ സാധനം നമുക്ക് ഫ്രണ്ടിൽ കൊണ്ടിടാം. കക്കൂസ് അങ്ങോട്ടായിരുന്നു. നമ്മൾ കക്കൂസ് കൈയിടേണ്ട അവസ്ഥ വന്നല്ലോ ഗായ്സ്. അതാ കിടക്കുന്നു. അവർ വെള്ളം പോലും ഒഴിക്കൂല ഗായ്സ്, കണ്ടില്ലേ. ഇനി ഇതിനകത്തുനിന്ന് ഒന്നുമില്ല. ഇവിടെയൊന്നും ഒന്നും വെച്ചിട്ടില്ല. ലൈറ്റർ കിട്ടി. പ്രധാനപ്പെട്ട സാധനം വെച്ചിട്ടുണ്ട് ഗായ്സ്. സോറി അമ്മുമ്മ കുഞ്ഞ് ചേച്ചിയേ. ഞാൻ ഈ ലൈറ്റർ എടുക്കുവാണേ. എൻ്റെ ആവശ്യങ്ങൾ കഴിഞ്ഞിട്ട് അപ്പാപ്പനെ ബീഡി വലിക്കാൻ ഞാൻ തന്നേക്കാം. എന്തായാലും ഇവിടെ നിന്ന് നമുക്ക് ഹാമർ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കെല്ലാം ബ്രേക്ക് ചെയ്യാം ഗായ്സ്. ഇടിച്ച് പൊളിച്ചിട്ടുണ്ട് നമ്മൾ. ഇനി നമുക്ക് പയ്യെ ഇതിലോട്ട് പോവാം. ഇനി ഇവിടെ ഗ്രാനി വന്ന് ഗായ്സ് ജസ്റ്റ് മിസ്സിനാന്ന് തോന്നുന്നില്ലെങ്കിൽ ഇപ്പം എൻ്റെ വെടി തീർന്നേനെ ഗായ്സ്. എന്തായാലും നമുക്ക് 5 ചാൻസ് ഉണ്ട്. അതുകൊണ്ട് സീനില്ല. എന്നാലും ഇത് അത്രേ ഉള്ളൂ ഗായ്സ്. എന്തായാലും ഈ കീ കൊണ്ട് നമുക്കിവിടെ ഓപ്പൺ ചെയ്യാം. സ്ഥലം മാറിപ്പോയി. ലോക്കായി പോയ ഡോറ്. ഓക്കെ, ലോക്കായി പോയാൽ നമ്മൾ പെട്ട് ഗായ്സ്. എന്തായാലും നമുക്ക് ഈ ഡ്രെയിൻ ടാപ്പ് ഇവിടെ കൊണ്ടിട്ടിട്ട് നമുക്ക് അവിടെ എന്തോ കിട്ടിയെന്ന് നമുക്ക് നോക്കാം ഗായ്സ്. അവിടെ ഉണ്ടായിരുന്നു നമ്മുടെ ഗ്രാനി കുഞ്ഞ്. എന്തായാലും ഇവിടെ നിന്ന് നമുക്ക് ആവശ്യമില്ലാത്ത സാധനം മോപ്പഡ് വീല്. അത് നമുക്ക് ആവശ്യമില്ല. എന്തായാലും നമുക്ക് ഫോട്ടോയൊക്കെ മറിച്ചിട്ട് നോക്കണം ഗായ്സ്. നമ്മുടെ സേഫ് കോഡ്. അതിനു മുമ്പ് ഇവിടെ ചിറ്റയിൽ വെച്ച് ഇത് പൊട്ടിക്കാനുണ്ട്. അതിൻ്റെ കാര്യം വിട്ടുപോയി. പൊട്ടിച്ചതിൻ്റെ വലിയ സീനില്ല. ഇവിടെ സൗണ്ട് ഉണ്ടാക്കിപ്പിക്കുക അത്രയും മാത്രം. അതിൽ ഈ സൗണ്ട് ആയിട്ട് ഗ്രാനി വെളിയിൽ പോകുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. ഹാമർ അവിടെ ഇട്ട് ഈ ടയറും കൂടി അങ്ങോട്ട് ഉരുട്ടി വിടാം ഗൈസ്. പിടിച്ചോ. ഈ സൗണ്ട് കേട്ട് ഇപ്പം ഗ്രാനി ചെന്നാൽ നമ്മൾ രക്ഷപ്പെട്ടു. ഇവിടെ സേഫ് കോഡ് ഇവിടെ ഒന്നും വെച്ചിട്ടില്ല ഗൈസ്. എവിടെ കൊണ്ട് തള്ള വെച്ചാന്തോ കണ്ടോ. കോഡില്ലാതെ തുറക്കാനും പറ്റില്ല. വെട്ടി പൊളിക്കാൻ പറ്റുമോ ചിറ്റിയിൽ വെച്ച്. സേഫ് കോഡ് കിട്ടി. ഇവിടെ നിന്ന് ഓറഞ്ച് കീ കിട്ടി ഗൈസ്. ഇനി അവിടെ കൊണ്ട് ഓപ്പൺ ചെയ്യാം. അങ്ങനെ ഓപ്പൺ ചെയ്തപ്പം ഇവിടെ ഇപ്പം അതുപോലെ നമ്മുടെ വുഡ് പ്ലാങ്ക് ഉണ്ട്. പിന്നെ അവിടെ പൊളിക്കാനും ഉണ്ട് ഗൈസ്. ആക്സ് കിട്ടിയിട്ട് ഇവിടെയും ഡ്രെയിൻ ടാപ്പിൻ്റെ ആവശ്യമുണ്ട്. എന്തായാലും നമ്മൾ പ്ലാങ്ക് ഇവിടെ വെച്ച്
അങ്ങനെ ആക്സ് കിട്ടി. ഇവിടെ ഒന്നുമില്ല ഗൈസ്. ഇനി അടുത്ത പെട്ടി തുറക്കാൻ പോവാം. ഇനി അടുത്ത പെട്ടി എവിടെയായിരുന്നു? ഇവിടെ ബാത്റൂമിനകത്തായിരുന്നു. എന്തായാലും അവിടെ എന്തെങ്കിലും ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. അവിടെ ഒന്നും ഇട്ടിട്ടില്ല നമ്മുടെ ഗ്രാനി കുഞ്ഞ്. ഇനി നമുക്ക് ഗ്രാനി ഇതാ വരുന്നു ഗൈസ്. ഗ്രാനി നമ്മളെ കണ്ട്. ഇതിൽ ചേസ് മ്യൂസിക് ഇല്ല. എന്തായാലും ഒരു ഗുണമുണ്ട്. ഇവിടെ ചാടുമ്പോൾ ഇവിടെ ഒരു പെട്ടി തുറക്കാനുണ്ട്. എന്തായാലും നോക്കാം അവിടെ എന്തോ കിട്ടണേന്ന്. ഗുണമുള്ളതാണോ? ഗുണമില്ല ഗൈസ്. ഹാൻഡിലാണ് കിട്ടിയത് സ്കൂട്ടർ എസ്കേപ്പിന്. ഇനി അടുത്ത് ഈ പെട്ടി തുറക്കുമ്പം ഇവിടെ ബാറ്ററി എല്ലാ എസ്കേപ്പിൻ്റെ ഉണ്ട്. നമ്മുടെ ഹെലികോപ്റ്റർ എസ്കേപ്പിൻ്റെ സാധനം കിട്ടിയില്ല. ഇനി ഈ പെട്ടിക്കകത്ത് എന്തെങ്കിലും ഉണ്ടാ? എൻജിൻ 3 എസ്കേപ്പിൻ്റെ കിട്ടി ഗൈസ്. ഇനി അടുത്തത് ഞാൻ വിശ്വസിക്കുന്നു നമ്മുടെ എസ്കേപ്പിനുള്ള ആണെന്ന്. ഹെലികോപ്റ്റർ 3 പെട്ടിയിൽ നിന്ന് 3 ആയിട്ട്. ഈ പെട്ടി ആണ് ഗൈസ്. നമുക്ക് ഹെലികോപ്റ്ററിൻ്റെ എല്ലാ സാധനവും കിട്ടി. ഇനി ഫ്യൂവലിൻ്റെ കേസേ ഉള്ളൂ. അത് നമുക്കിപ്പോൾ സെറ്റാക്കാം. ഇതിവിടെ ഉള്ളേ. ഇവിടെ ആയിരുന്നു. അതെന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടെ. 4 പെട്ടിയിൽ 4 എസ്കേപ്പ് ആവുന്ന സാധനങ്ങൾ. പൂവൻ വരണ് അങ്ങോട്ട് മാറി കിളവ. പക്ഷെ ആ കിളവൻ വന്നാലും നമ്മളെ ചേസ് മ്യൂസിക് ഇല്ല. എന്തായാലും അത് സീനില്ല. ഇവിടെ കൊണ്ട് വയ്ക്കാം. ഇനി മറ്റേ സാധനം കൂടി വയ്ക്കാം. അതും അവിടെ വെച്ച് റെയിൽ റൊട്ടേറ്റർ ആ സാധനം. അങ്ങനത്തെ ഈ ഫ്രെയിമും നമുക്ക് അപ്പുറത്തെ ആവശ്യത്തിന് അവിടെ നമുക്ക് അവിടെ കൊണ്ടിടാം ഗായ്സ്. എന്നിട്ട് ഇതൊക്കെ കൊണ്ടിടുമ്പോൾ നമുക്ക് കളി സെറ്റാവുന്നതാണ് എൻ്റെ വിശ്വാസം. എന്തായാലും നമ്മളിവിടെ കൊണ്ടിട്ടിട്ടുണ്ട്. 2 പേരും വെളിയിലായതുകൊണ്ട് നമുക്ക് വലിയ സീനില്ല ഗൈസ്. ഇവിടെ മൊത്തം നമുക്കിപ്പോൾ സെർച്ച് ചെയ്യാം. പിന്നെ നമ്മുടെ പൂച്ചക്കുഞ്ഞ് ഐസൊക്കെ മാറിയിട്ടുണ്ട് ഗൈസ്. അതിന് മുമ്പേ ഇവിടെ ഒരു ചെറിയൊരു സാധനമുണ്ട്. നമുക്ക് പണി തീർക്കാറുണ്ട്. ഈ ഡ്രെയിൻ ടാപ്പ് എടുത്ത് നമുക്കിവിടെ ഇടാം. അതിന് മുമ്പ് ഈ ബെൽറ്റ് എടുത്തില്ല നമ്മൾ പ്രധാനമായിട്ട്. അതെടുക്കാനാണ് നമ്മൾ വരേണ്ടത്. ഇവിടെ ഇല്ല. ഇവിടെ തന്നെ ഉണ്ട് ഗൈസ്. ഞാൻ വഴിമാറിയാണ് പോയത്. ഇതായിരുന്നു എൻ്റെ ഒരു ചെറിയ പണി സ്റ്റാർട്ട് ചെയ്ത്. ഒരു വലിയ പണിയാ. നമ്മുടെ ഗ്രാനിത്തുള്ള അങ്ങോട്ട് മാറി നിൽക്ക്. എനിക്കൊന്ന് പോട്ടെ. അങ്ങോട്ട് മാറ്. നമ്മളെ കണ്ടില്ലെന്ന് തോന്നുന്നു ഗൈസ്. നമ്മൾ കുനിഞ്ഞിരുന്നോണ്ട്. എന്തായാലും ഇപ്പം കണ്ടാലും വലിയ സീനൊന്നുമില്ല. നമ്മളിപ്പോൾ ഓടിപ്പോവാ നമ്മൾ ബെൽറ്റ് വയ്ക്കാൻ. അതായത് ഈ ബെൽറ്റ് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു സാധനം കൂടി നമ്മൾ വയ്ക്കാറുണ്ട്. വ്രഞ്ച് നമ്മൾ എടുത്തില്ല. നമ്മൾ വ്രഞ്ച് എടുത്ത് ആ സ്ക്രൂ മുറുക്കണം. പിന്നെ മറ്റേ ഇത് കൺട്രോൾ സ്റ്റിക്കും നമ്മൾ കൊണ്ടുവച്ചില്ല. അതായത് നമുക്ക് ഈ വ്രഞ്ചിൻ്റെ കാര്യം ഇപ്പോൾ സെറ്റാക്കാം. വ്രഞ്ച് എടുത്തു. ഇനി നമുക്ക് സ്ക്രൂ കൊണ്ട് മുറുക്കാം ഗായ്സ്. ഡൂ 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 അങ്ങനെ അത് മുറുക്കി. എന്തായാലും കൺട്രോൾ സ്റ്റിക്ക് വയ്ക്കാം. ലോ അപ്പൂപ്പൻ അമ്മൂമ്മ ധൈര്യം ഉണ്ടെങ്കിൽ വന്ന് തന്നെ പിടി. ഞാൻ കൺട്രോൾ സ്റ്റിക്ക് കൂടി വെച്ചാൽ പിന്നെ അടുത്ത് പൂച്ചയുടെ കാര്യം ചെയ്യാൻ പോവുക. അപ്പോൾ എനിക്ക് വീഡിയോ ടേപ്പ് കിട്ടും. വീഡിയോ ടേപ്പ് വെച്ച് നമ്മൾ ഈ ഫ്യൂവൽ എടുക്കും. വീഡിയോ ടേപ്പ് വെച്ചല്ല, നമ്മൾ കിണറ്റിൽ നിന്ന് കോരണം. അതേ ഉള്ളൂ. വീഡിയോ ടേപ്പ് കിട്ടിയാലേ നമുക്ക് അറിയാൻ പറ്റൂ മറ്റേ ഭൂതം എങ്ങോട്ടൊക്കെയാണ് പോകണമെന്ന്. എന്തായാലും നമുക്ക് ഈ പൂച്ച അങ്ങോട്ട് കൊണ്ടുവയ്ക്കാം. പിന്നെ ഞങ്ങൾക്ക് മറ്റേ മാജിക്ക് അറിയാമായിരിക്കുമല്ലോ. നമ്മൾ പൂച്ച കൊണ്ടുവയ്ക്കുമ്പോൾ ആ വഴി ഓപ്പൺ ചെയ്യും. നമ്മൾ അകത്ത് കയറുമ്പോൾ പിന്നെ ആ വഴി ക്ലോസ് ആവും. പക്ഷെ ഇങ്ങനെ സ്പീഡിൽ ഓടാൻ പറ്റുമായിരുന്നെങ്കിൽ കണ്ടോ, നമുക്ക് പോവാൻ പറ്റിയേനെ. പക്ഷേ പോവാൻ പറ്റുന്നില്ല ഗായ്സ്. എന്തായാലും ആദ്യത്തെ ഫീസ് നമുക്ക് അവിടെ കൊണ്ട് വെച്ച് നോക്കാം ഗായ്സ്. പക്ഷെ ഒരു ഫീസ് കൊണ്ട് വെച്ചിട്ട് കാര്യമില്ല, 4 വയ്ക്കണം. അങ്ങനെ നമ്മൾ അവസാനത്തെ ഫീസ് അങ്ങനെ പ്ലേസ് ചെയ്തു. കണ്ടില്ലേ ഗായ്സ്? അപ്പം അതങ്ങ് ഓപ്പൺ ആയിട്ടുണ്ട്. ഇനി നമുക്ക് വീഡിയോ ടേപ്പ് അവിടെ കൊണ്ടുവയ്ക്കാം. എന്തൊക്കെ ഇടയ്ക്ക് സൗണ്ട് കേൾക്കുമോ ഗായ്സ്? ആരെങ്കിലും മറിഞ്ഞ് വീണോ? ഗ്രാനിയായി മറിഞ്ഞ് വീണോ? എനിക്കറിയത്തില്ല ഗായ്സ്. അയ്യോ ഇവിടെ ഉണ്ട്. വിളിച്ചോ? വെളിപ്പുറത്ത് കേൾക്കും ഗായ്സ്. എന്തായാലും വീഡിയോ ടേപ്പ് നമുക്ക് ആ TV കൊണ്ടിടാം. അപ്പം നമ്മുടെ ഭൂതം എങ്ങോട്ടൊക്കെ പോകണമെന്ന് അറിയാമല്ലോ. അല്ല, ആ ഡോർ ഞാൻ ക്ലോസ് ചെയ്തിട്ടുണ്ട്. നമ്മളെ കാണണ്ട എങ്ങോട്ട് പോയിന്ന്. ഓണാവ് പെട്ടെന്ന് അങ്ങനെ നമ്മളെ ഭൂതം പോയിട്ടുണ്ട്. ഇനി നമുക്ക് പയ്യെ നൈസായിട്ട് അടുക്കള വഴി ഇറങ്ങാം ഗൈസ്. ഇപ്പോൾ വലിയ സീനൊന്നും ഇല്ല ഇവിടെയൊന്നും. നമ്മുടെ അപ്പൂപ്പനെയും കാണാനില്ല. നമ്മുടെ ഗ്രാനി ചേച്ചി അപ്പുറത്തകത്തുണ്ട്. അതുകൊണ്ട് മാത്രം ഒരു സമാധാനമുണ്ട്. അതായത് എല്ലാ സാധനം നമ്മൾ ഇവിടെ ആദ്യമേ കൊണ്ട് ഇട്ടുകൊണ്ട് നമുക്ക് വലിയ എളുപ്പമായി ഗായ്സ്. ഇല്ലെങ്കിൽ നമ്മൾ ഓരോ സാധനവും എടുക്കാം. അങ്ങോട്ട് പോകണം, ഇങ്ങോട്ട് പോകണം, അങ്ങോട്ട് പോകണമായിരുന്നു. അല്ല, നമുക്കിത് കറക്കാം. യൂസ് ദ വെൽ. പെട്ടെന്ന് പെട്രോൾ കിണറേ. പെട്രോളോ ഡീസലോ എന്തായാലും ഇങ്ങോട്ട് തന്നെ ഫ്യൂവൽ. ഇനി നമുക്കങ്ങനെ കൊണ്ടൊഴിക്കാം ഗായ്സ് ഹെലികോപ്റ്ററിൽ. പിന്നെ ലൈക്ക് അടിക്കാത്തവർ ഇപ്പോൾ തന്നെ ലൈക്ക് അടിക്കുക. നമ്മളങ്ങനെ അവസാനത്തെ എസ്കേപ്പാണ് ഇതിൽ കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നത്, ഹെലികോപ്റ്റർ എസ്കേപ്പ്. അപ്പോൾ എല്ലാവരും ഡു ലൈക്ക്. അപ്പോൾ നമുക്ക് ഫ്യൂവൽ കൊണ്ട് അവിടെ കൊണ്ട് ഒഴിക്കാം ഗായ്സ്. എന്തായാലും നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. എസ്കേപ്പ്. യെസ് ഗായ്സ്, ഫൈനലി നമ്മൾ മാറ്റ് ഗ്രാനിയുടെ വീട്ടിൽ നിന്ന്
ഹെലികോപ്റ്റർ എസ്കേപ്പ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ സോ ഗായ്സ്, നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, കമൻറ്റ് ഉള്ളതെല്ലാം ചെയ്യൂ. ഇനി അടുത്ത വീഡിയോ വരെ ബൈ സുഹൃത്തുക്കളെ.